ലാത്തിച്ചാർജോ വെടിവെപ്പോ കൂടാതെ ഒരു ദിവസം പോലും നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് EMS ഉം AKG യും കട്ടായം പറഞ്ഞു, ശപഥം ചെയ്തു. അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് നടന്നത്. അച്യുതമേനോൻ ഗവൺമെന്റ് വന്ന ഉടനെ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, നേരത്തെയുള്ള സർക്കാർ പാസാക്കി വെച്ചിരുന്ന ഭൂപരിഷ്കരണ നിയമം രാഷ്ട്രപതിക്ക് അയക്കുന്നു. പെട്ടെന്ന് അതിന് അനുമതി കിട്ടുന്നു. അവർ അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂരഹിതരായ ആളുകൾക്ക് ആ പുതിയ നിയമപ്രകാരം ലഭിക്കേണ്ട ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായിട്ട് പ്രബലപ്പെടാതെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. പട്ടയം ഇറ തുടങ്ങുന്നു. അപ്പൊ CPM അത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? KR ഗൗരി അവതരിപ്പിച്ച് പാസാക്കിയ നിയമമല്ലയോ? CPI കൂടെ ചേർന്ന അന്ന് ആദ്യം എല്ലാവരും കൂടെ സപ്തകക്ഷി ഗവൺമെന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഉടനെ തന്നെ ഭൂമി പിടിച്ചെടുക്കൽ സമരവുമായിട്ട് CPM രംഗത്ത് വന്നു. ചേട്ടാ, ഈ പാസാക്കിയ നിയമം അനുസരിച്ച്, രാഷ്ട്രപതിയുടെ അനുമതി കിട്ടിയ പുതിയ നിയമം അനുസരിച്ച് അർഹരായ എല്ലാവർക്കും ഭൂമി കിട്ടും. കുടിയെടുപ്പുകാർക്ക് അവരുടെ വീടിന് ചുറ്റും 10 സെന്റ് സ്ഥലം പഞ്ചായത്തുകളിൽ കിട്ടും. മുനിസിപ്പാലിറ്റി ആകുമ്പോൾ 5 സെന്റ്, കോർപ്പറേഷനിൽ 2 സെന്റ്, അങ്ങനെ ഒരു കണക്ക് അത് കിട്ടുന്നതാ. പക്ഷെ പിടിച്ചെടുക്കാൻ അങ്ങോട്ട് CPM രംഗത്തേക്ക് വരിക. ഇത് ഞങ്ങളാണ് നിങ്ങൾക്ക് നേടിത്തന്നത് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. പക്ഷെ എന്താ ഉണ്ടായത്? കുട്ടനാട്, ആലപ്പുഴ പോലുള്ള പ്രദേശങ്ങളിലെ പോലീസും കർഷക തൊഴിലാളികളും തമ്മിൽ സർവത്ര സംഘർഷമായി. എപ്പോഴും സംഘർഷം, വെടിവെപ്പ്, ലാത്തിച്ചാർജ്. എത്ര പേര് മരിച്ചു വീണു? കാരണം ഈ ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയുമായിട്ടാണ് അന്ന് CPM നിൽക്കുന്നത്.